ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്ന് ചന്ദ്ര ദേഷ്യപ്പെട്ട് പറയുകയാണ്, മര്യാദയ്ക്ക് പോയി ഫുഡ് ഉണ്ടാക്കിക്കോ, എനിക്ക് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ശ്രുതി വീട്ടിലെത്തുമ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ അവൾക്ക് തീരെ വയ്യാൻ തോന്നുന്നു, ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, മോൾ ഫുഡ് ഉണ്ടാക്കാനോ? മോൾ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു, അവൾ വെറും ഒരു പൂ കെട്ടിക്കൊടുക്കുന്ന വീട്ടിലെ മോളെങ്ങനെയാണോ മലേഷ്യയിലെ വലിയ കോടീശ്വരൻ്റെ മോള്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇപ്പം മോളും അച്ഛനെ സംബന്ധിച്ച് ചെറിയൊരു പിണക്കമുണ്ട് എന്ന് വെച്ച് മോൾ അവളുടെ ലെവലിലോട്ട് തരം താഴാൻ വേണ്ടി പോവുകയാണോ? ഒരു തവണ അങ്ങനെ ചെയ്തതെന്നുള്ളത് സത്യമാണെങ്കിൽ പിന്നെ അവൾ മോളുടെ തലയിൽ കയറിയിരിക്കും, അതാ സ്വഭാവം എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, അവൾ തന്നെ ഉണ്ടാക്കട്ടെ, അവൾക്ക് വേറെ എന്താ ഇവിടെ പണി, മോളിങ്ങ് വാന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ഒരു കണക്കിന് എഴുന്നേറ്റ് പയ്യെ വെച്ച് അടുക്കളയിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്, കറിയൊക്കെ വെക്കുവാണ് കേട്ടോ. കറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ സംസാരിച്ചിരിക്കുന്ന മുറിയിലോട്ട് ചെല്ലുവാണ്. അപ്പോഴത്തേക്കും ശ്രുതിയോട് ചന്ദ്ര പറയാണ്, ദേ നമ്മൾ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവളുടെ നോട്ടം കണ്ടില്ലേ, എന്താടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുവാണ്, ചോറ് വെക്കണ്ടേ, പിന്നെ ചോറ് വേണ്ടേ, കറി മാത്രം തിന്നുമെന്ന് ചോദിക്കുവാണ് കേട്ടോ ചന്ദ്ര. ചോറ് വെക്കണമെങ്കിൽ അരി വേണ്ടേ, അരി എടുത്തതാ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയോട് പറയാം, കണ്ടില്ലേ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക, അവളുടെ വായിൽ നിന്ന് വരുന്ന ഓരോന്ന് കണ്ടില്ലേ എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ചന്ദ്രമതി അരിയൊക്കെ എടുത്തു കൊടുക്കുവാണ് കേട്ടോ രേവതിക്ക്. രേവതി എല്ലാം ഉണ്ടാക്കി പെറുക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ മുറിയിൽ പോയി കിടക്കുവാണ് കേട്ടോ, ക്ഷീണം ഒട്ടും സഹിക്കാൻ വയ്യാണ്ട്. അങ്ങനെ അവിടെ കിടന്ന് പയ്യെ മയങ്ങി പോവാണ്. ആ സമയത്ത് വീണ്ടും ചന്ദ്രയുടെ ഓരോ തമാശകൾ കേട്ട് ശ്രുതി ഇരുന്ന് ഭയങ്കര ചിരിയാണ് മുറിയിൽ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസാണ്, എന്തൊക്കെ തമാശയാന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ പൊങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് പറയാ, ഓ എൻ്റെ മോളെ, എനിക്ക് എന്തൊക്കെ ടാലൻ്റ് ഉണ്ട്, അതൊന്നും പുറത്ത് എടുക്കാൻ പറ്റിയില്ല, ആ മനുഷ്യനെ കെട്ടിയ പിന്നെ എൻ്റെ എല്ലാ ടാലൻറ്റും ഇതിൽ ഒതുങ്ങിപ്പോയി, ഇനി മോളൊക്കെ അതൊന്ന് പുറത്തേക്ക് എടുത്ത് എല്ലാവരെയും ഒന്ന് അറിയിച്ച് ആൻറ്റി ഒന്ന് ഫേമസ് ആക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയാം, അതൊക്കെ പിന്നെ ചെയ്യാം ആൻറ്റി, എനിക്ക് വിശന്നിട്ട് പാടില്ല, ആൻറ്റിക്ക് വിശക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാം, അവൾ ഇത്രയും നേരമായിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിയുടെ മുറി ചെന്ന് നോക്കുവാണ് കേട്ടോ, അടുക്കളയിൽ ഇങ്ങനെ രേവതിയെ കാണാഞ്ഞിട്ട്. എന്നിട്ട് ചോദിക്കാം, നീ ഇതുവരെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയും, അമ്മ ഞാനെല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് ഞെട്ടുകയും ചമ്മുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ അവിടെ കിടന്ന് ഉരുണ്ട പോലെ പറയാം, അത് നീ അവിടെ കൊണ്ടുവച്ചെന്ന് ഞാനെങ്ങനെ അറിയാനാ, ഉണ്ടാക്കി കഴിഞ്ഞത് എനിക്കെങ്ങനെ അറിയാനാ, നിന്നെ അടുക്കളയിൽ നോക്കിയിട്ടും കണ്ടില്ല, അപ്പം നിനക്ക് വാതറന്നൊന്ന് പറഞ്ഞാലെന്താ, വല്ലതും പറ്റുമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ചന്ദ്ര താഴോട്ട് ഇറങ്ങി പോവാണ്. എന്നിട്ട് ശ്രുതിനെയും വിളിച്ച് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് മുറിയിലെ ജാറിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്, അത് കുടിച്ച് ആ മുറിയിൽ തന്നെ വിശന്ന് തളർന്ന് കിടന്നിക്കുവാണ് കേട്ടോ നമ്മുടെ രേവതി. ആ സമയത്ത് സച്ചി ചോറുണ്ണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സച്ചി ചോറുണ്ണാൻ നേരത്ത് ശ്രുതിക്ക് പരിപ്പേറി എടുത്തു കൊടുത്തിട്ടും, ഇതേ നല്ല പരിപ്പേറിയാണ്, കഴിച്ചു നോക്ക് ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയും, ഇന്നേ വരെ അവൻ ഒരു സ്പൂൺ നാരങ്ങാച്ചാറ് പോലും എനിക്ക് എടുത്തു തന്നിട്ടില്ല, മോള് കഴിക്ക് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത്, അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, രവിയേട്ടൻ യൂണിയൻ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് കഴിച്ചിട്ട് വന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ സച്ചി വരുവാണ് കേട്ടോ. സച്ചി വരുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര കളിയാക്കി പറയുന്നുണ്ട്, അവളെൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടെന്ന്. ഇത് കേട്ട് അവിടെ ഇരുന്ന് ശ്രുതിയുടെ അടുത്തിരുന്ന് ശ്രുതി ചിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്താ അമ്മ എപ്പോഴും ഇവനിങ്ങനെ എപ്പോഴും ചുമ്മാ ശ്രുതിനെ ഉപദ്രവിക്കുവാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാം, മോളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടാവും, പണ്ടേ ഇങ്ങനെ തലതെറിച്ചവനാന്ന് പറയുവാണ്. റൂമിൽ ചെന്നിട്ട് നമ്മുടെ സച്ചി രേവതിയെ കാണുമ്പോൾ ചോദിക്കുക, നിനക്ക് എന്ത് പറ്റി, എന്താ വല്ലാണ്ടിരിക്കുന്നത്, പനിയുണ്ടോ എന്ന് തൊട്ട് നോക്കുവാണ് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ പനിയൊന്നുമില്ല, പിന്നെ എന്ത് പറ്റി എന്ന് നോക്കുമ്പോൾ ജാറി വെള്ളം തീർന്നിങ്ങനെ ഇരിക്കുന്ന കാണുവാണ്, ഗ്ലാസ്സും ഇങ്ങനെ അതിൻ്റെ അടുത്ത്. അപ്പോഴേക്കും ചോദിക്കും, നീ ഒന്നും കഴിച്ചില്ല അല്ലേ, നിനക്ക് വയ്യ, നിനക്കൊന്നും തന്നില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്. ഈ വീട്ടിലുള്ളവർ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ സച്ചി താഴോട്ട് ഇറങ്ങി ചെല്ലുവാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങി ചെന്ന് ഹാളിൽ ചെന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ മതിയോ, അവൾക്കൊന്നും കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അവൾക്ക് കഴിക്കണമെങ്കിൽ അവളെടുത്ത് കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറയും, എടാ സോഡാ കുപ്പി നീ മിണ്ടാതിരുന്നു, എൻ്റെ വായിൽ നിന്ന് നീ കേൾക്കരുതെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട് നമ്മുടെ ശ്രുതിയുടെ നോട്ടമൊക്കെ കണ്ട് ആകെ വിറച്ചവിടെ ഇരിക്കുവാണ് ശ്രുതി. പക്ഷെ ചന്ദ്രമതിക്ക് വലിയ കൂസലൊന്നും ഇല്ല കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ ഇവനെയും കൊണ്ട് തോറ്റു എന്നുള്ള രീതിയിൽ ഇരിക്കുക. ആ സമയത്ത് സച്ചിക്ക് പിന്നെയും ദേഷ്യം വന്ന് ഓരോന്ന് വിളിച്ച് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, നിങ്ങൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരാനല്ല അവൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് രേവതിക്ക് അനുകൂലമായിട്ട് ഓരോന്ന് പറയുവാണ്. ഇതൊക്കെ മുറി ഇരുന്ന് കേൾക്കുന്ന രേവതിക്ക് സങ്കടവും സന്തോഷമൊക്കെ വന്ന് പുള്ളിക്കാരി കരയുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.